സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോ നിങ്ങൾ S1 എക്സാം ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ S2 പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ S2 സിലബസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 2 എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട് അല്ലെ. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് പഠിച്ചു അല്ലെ. അപ്പൊ അത് ഫസ്റ്റ് സെമ്മിലാണ്. അതിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടെ ലെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 2 പഠിക്കാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾ സെം 2 സോ നമുക്ക് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 2 ആണ്. ഓക്കെ, ആൻഡ് കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾക്ക് കോഡ് എങ്ങനെയായിരുന്നു? GYMAT 101 അല്ലെ. സോ ഈ സെമ്മിൽ നിങ്ങളുടെ കോഡ് വരുന്നത് GYMAT 201 ആണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഇന്ന് നമുക്ക് ഈ ഒരു മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 2 അതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഇതിൽ നമുക്ക് പറയുന്നത്, ഇത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വെൽക്കം ടു ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 2. ഓക്കെ, സോ നമ്മൾ ആദ്യം ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ സബ്ജക്ട് കോഡ്? എന്താണ്? GYMAT 201. ഓക്കെ, ദെൻ ഇന്റേണൽ എക്സാമിന്റെ മാർക്സ് എങ്ങനെയാണ്? ടോട്ടൽ 40 മാർക്സ് ആണ് ഇന്റേണലിൽ ഉണ്ടാവുക ഈ പേപ്പറിൽ, ആൻഡ് എക്സ്റ്റേണൽ എക്സാമിന് 60 മാർക്കാണ് ഉള്ളത്. ഓക്കെ, സോ ഇതൊരു മാത്തമാറ്റിക്സ് പേപ്പർ ആണ്. സോ കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ ഇത് 3 ക്രെഡിറ്റ് പേപ്പർ ആണ്. ഓക്കെ, 3 ക്രെഡിറ്റ് ആണ് മാക്സിമം കിട്ടുക. ദെൻ ഇതിന്റെ എക്സാം 2.5 മണിക്കൂറാണ് ഉണ്ടാവുക. ദെൻ ഇതിൽ വരുമ്പോ നിങ്ങൾക്ക് ബേസിക് നോളജ് ഇൻ സിംഗിൾ വേരിയബിൾ കാൽക്കുലസ്. ഓക്കെ, സിംഗിൾ വേരിയബിൾ കാൽക്കുലസിന്റെ ബേസിക് നോളജ്, എങ്ങനെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുന്നത്, ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്, ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ വേണം. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇന്റഗ്രേഷന്റെയും ഡിഫറൻഷിയേഷന്റെയും ഒക്കെ കുറച്ച് ഹയർ ലെവൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഈ ബേസിക് ആയിട്ടുള്ള ഇന്റഗ്രേഷനും കാൽക്കുലസും ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഈ പേപ്പറിന് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. ഓക്കെ, ഈ ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് പോവാം. ഓക്കെ, സോ ഇതൊരു തിയറി പേപ്പർ ആണ്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേപ്പർ ആണ്, മീൻസ് പ്രോബ്ലംസ് കൂടുതൽ വരുന്ന പേപ്പർ ആണ്. ഇതില് എന്തില്ല? പ്രാക്ടിക്കൽ ഇല്ല. ഓക്കെ, സോ ഇതിന്റെ ഇന്റേണൽ ഇവാലുവേഷൻ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ടോട്ടൽ 40 മാർക്സ് ആണ് ഇന്റേണലിന് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ഈ 40 മാർക്സ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്? ഇതിൽ 5 മാർക്സ് അറ്റൻഡൻസിനാണ്, ആൻഡ് മൈക്രോ പ്രൊജക്ട് അസൈൻമെന്റ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം 15 മാർക്സ് കിട്ടും. ദെൻ ഫസ്റ്റ് ഇന്റേണൽ എക്സാമിന് 10 മാർക്ക്, സെക്കൻഡ് ഇന്റേണൽ എക്സാമിന് 10 മാർക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടൽ 40 മാർക്സ് ആണ് ഇന്റേണലിന് കിട്ടുക. ദെൻ എക്സ്റ്റേണൽ സെം എക്സാം, എൻ സെമസ്റ്റർ എക്സാമിനേഷന് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ? നിങ്ങൾക്ക് സാധാരണ അറിയുന്ന അതേ പാറ്റേൺ ആണ് എൻ സെമസ്റ്റർ എക്സാമിൻ്റെത്. ഓക്കെ, എങ്ങനെയാണ്? എൻ സെമസ്റ്റർ എക്സാമിന്റെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. അപ്പൊ ഈ പാർട്ട് എയുടെയും പാർട്ട് ബിയുടെയും പ്രത്യേകത എങ്ങനെയാ? പാർട്ട് എയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്? നിങ്ങൾക്ക് അറിയാം അല്ലെ, 4 മൊഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. സോ ഈ 4 മൊഡ്യൂളിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കും അല്ലെ. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യണം. അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വീതം 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമായിരിക്കും കിട്ടുക. ഓക്കെ, മാക്സിമം. ഓക്കെ, സോ 2 questions from each module and total of 8 questions each carrying 3 marks. സോ ടോട്ടൽ 8 questions ആണ് ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാവുക. ഓരോന്നിനും എത്ര മാർക്കാണ്? 3 മാർക്കാണ്. ഓക്കെ, ആൻഡ് 8 into 3 24 മാർക്സ് ആണ് ഇതിന് മാക്സിമം ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പാർട്ട് ബിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് ബി എങ്ങനെയാ? നമ്മൾക്ക് അറിയുന്ന പാറ്റേൺ തന്നെയാണ് പാർട്ട് ബിക്കും. ഓക്കെ, സോ പാർട്ട് ബിയിൽ വരുമ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ഓറായിട്ട് ഉണ്ടാവും അല്ലെ. ഇതില് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഒരു ഓറും പിന്നെ ഒരു ഓറും, പിന്നെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനും പിന്നെ ഒരു ക്വസ്റ്റ്യനും ഓറായിട്ട്, ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ, തേർഡ് മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ, ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ. സോ ഇതില് ഈ 2 ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, 4 മൊഡ്യൂളിൽ നിന്നും അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ഇതില് ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വീതം 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ഏതാണോ എളുപ്പം അത് ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഇതിലെ ഓരോ ക്വസ്റ്റ്യനും 9 മാർക്ക് വീതമാണ് ഉണ്ടാവുക.
Okay, so each question carries 9 marks and 2 questions will be given from each module, out of which 1 question should be answered. So ഓരോ ക്വസ്റ്റ്യൻ 9 മാർക്ക് വീതമാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആൻഡ് അതിൽ ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 സബ്ഡിവിഷൻസ്. സോ ഓരോ ക്വസ്റ്റ്യനും എ ബി സി എന്ന് പറയുന്ന മാക്സിമം 3 സബ്ഡിവിഷൻസ് ഉണ്ടാവാം. ഓക്കെ, സോ ഇതില് ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്നത് 4 into 9 36 മാർക്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ടിലെയും സെക്കൻഡ് പാർട്ടിലെയും കൂടെ എല്ലാം കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ടോട്ടൽ മാക്സിമം കിട്ടാവുന്ന മാർക്ക് 60 ആണ്. ഓക്കെ, സോ 60 മാർക്കിനാണ് നിങ്ങളുടെ സെം എക്സാം വരുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നിങ്ങളുടെ എക്സാമിന്റെ പാറ്റേൺ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത് കാൽക്കുലസ് ആണ്. മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ആണ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഒരു വേരിയബിൾ അല്ല, ഒന്നിലധികം വേരിയബിൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇന്റഗ്രേഷൻ, എങ്ങനെയാണ് ഡിഫറൻഷിയേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഇത് എവിടെയൊക്കെയാണ്, എന്തൊക്കെ തിയറംസ് ആണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ യൂസ് വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റിയൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളുടെ, നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളുടെ മാത്തമാറ്റിക്സ് ബിഹൈൻഡ് ദ നേച്ചർ, അതാണ് നമ്മളെ ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ഇതൊക്കെ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ റിയൽ വേൾഡ് സെനാരിയോസിന്റെ മാത്തമാറ്റിക്സ് ആണ്. ഓക്കെ, സോ ഓരോ നിമിഷവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ് യൂണിവേഴ്സ് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ചേഞ്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡെറിവേറ്റീവ്സ് വേണം അല്ലെ. അതുപോലെ എല്ലാ ഷേപ്സും, യൂണിവേഴ്സിലെ എല്ലാ ഷേപ്സും ഇറഗുലർ ആണ്. സോ ആ ഓരോ ഇറഗുലർ ആയിട്ടുള്ള ഷേപ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രേഷൻ വേണം. ഓക്കെ, സോ അങ്ങനെ അതിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പേപ്പർ വരുന്നത്. ഓക്കെ, സോ ഈ പേപ്പറിന്റെ ഏതൊക്കെയാണ് നിങ്ങളുടെ റെഫറൻസ് ബുക്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക്, മെയിൻ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ആൻഡൺ ബിവൻ ഡേവിസ്. ഓക്കെ, എച്ച് ആൻഡൺ, ഐ ബിവൻ ആൻഡ് എച്ച് ഡേവിസ്, ഇവർ 3 പേരും ചേർന്ന് ഓതർ ചെയ്തിട്ടുള്ള കാൽക്കുലസ് എന്ന് പറയുന്ന ബുക്കാണ്. ഓക്കെ, സോ ഈ ഓതേഴ്സിനെ ഓർത്ത് വെക്കുക, ഇവരുടെ കാൽക്കുലസ് ആണ് നിങ്ങളുടെ പേപ്പർ ബുക്ക്, റെഫറൻസ് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, കാൽക്കുലസ് എന്ന് പറയുന്ന ആൻഡൺ ബിവൻ ഡേവിസ് എഴുതിയിട്ടുള്ള ബുക്ക്. ഓക്കെ, ഇത് ശരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ബുക്കാണ്. ഓക്കെ, കാൽക്കുലസ് കാണാൻ തന്നെ കുറെ കളർഫുൾ ആയിട്ടുള്ള ഫിഗേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബുക്കാണ്. ഓക്കെ, നമ്മൾ മാത്സ് പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു കാൽക്കുലസ്. ഓക്കെ, സോ ഇത് വിലി പബ്ലിക്കേഷന്റെ ബുക്കാണ്, പബ്ലിഷേഴ്സ് വിലിയാണ്. ആൻഡ് 12th എഡിഷൻ, ഇതിന്റെ 2024 12th എഡിഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. സോ അതാണ് ടെക്സ്റ്റ് ബുക്ക്. ദെൻ അടുത്ത് നമ്മൾ എന്താണ്, നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ, എക്സ്ട്രാ പ്രോബ്ലംസ്, കൂടുതൽ കാര്യങ്ങൾ ഇതിനെയൊക്കെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ, ആ ബുക്കിൽ നിന്ന് കോൺസെപ്റ്റ്സ് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ റെഫറൻസ് ബുക്സ് ആയിട്ട് നിങ്ങൾക്ക് വേറെയും 5 ബുക്സ് ഉണ്ട്. ഏതൊക്കെയാണത്? മോറിസ് ഡി വെയർ, ജോയൽ ഹാസ്, ക്രിസ്റ്റഫർ ഹെയിൽ ആൻഡ് പ്രസ്മിസ്ലോ ബൊഗാക്കി എഴുതിയിട്ടുള്ള തോമസ് കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, ഇതും കാൽക്കുലസിന്റെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് പിയേഴ്സൺ പബ്ലിഷ് ചെയ്തിട്ട് അതിന്റെ 15th എഡിഷൻ, 2023 15th എഡിഷൻ ആണ് നിങ്ങൾക്ക് റെഫറൻസ് ബുക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ള വേറൊരു ബുക്ക്. ഇതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ലൊരു കാൽക്കുലസിന്റെ ബുക്കാണ് തോമസ് കാൽക്കുലസ്. ഓക്കെ, ദെൻ സ്റ്റിവാർട്ടിന്റെ എസെൻഷ്യൽ കാൽക്കുലസ്, ഇത് സെൻഗേജിന്റെ 2nd എഡിഷൻ, 2017 2nd എഡിഷൻ ആണ് നിങ്ങൾക്ക് വേറെ ഒന്ന് വരുന്നത്. ഓക്കെ, അടുത്ത നിങ്ങളുടെ റെഫറൻസ് ബുക്കാണ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എർവിൻ ക്രെയ്സിഗിന്റെ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഓക്കെ, ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നായിരുന്നു. ഓക്കെ, സോ ഏതൊരു സമയത്തും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് എടുത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബുക്കാണ് അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഓക്കെ, ക്രെയ്സിഗിന്റെ ജോൺ വില്ലി ആൻഡ് സൺസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 10th എഡിഷൻ, 2016 10th എഡിഷൻ ആണ് നിങ്ങളുടെ റെഫറൻസ് ബുക്ക്. ഓക്കെ, ആൻഡ് ദെൻ ജോൺ ബേർഡിന്റെ ബേർഡ്സ് ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, ജോൺ ബേർഡ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ബേർഡ്സ് ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്
നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്ന ബുക്കാണ്. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്തത് ടൈലർ ആൻഡ് ഫ്രാൻസിസ് ഇൻ 9th എഡിഷൻ. ഇതിന്റെ 9th എഡിഷൻ 2021 9th എഡിഷൻ ആണ് നിങ്ങളുടെ റെഫറൻസ് ബുക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ BV രമണയുടെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. സോ ഇതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ്. ഓക്കെ, ഒരു ഇന്ത്യൻ ഓതർ BV രമണയുടെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും ഒരു സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു ബുക്കാണ്. ഓക്കെ, ഇതും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യാം. മെഗ്രാവ് ഹില്ലിന്റെ എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇതിന്റെ 39th എഡിഷൻ 2023 39th എഡിഷൻ ആണ് നിങ്ങൾക്ക് റെഫറൻസ് ബുക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട് റെഫർ ചെയ്യാൻ കുറേ ബുക്സ് ഉണ്ട്. ഓക്കെ, കാൽക്കുലസ് ആയതുകൊണ്ട് തന്നെ കുറേ ബുക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാനുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും റെഫർ ചെയ്യാനുള്ള ബുക്സ് ഉണ്ട്. സോ നമുക്കിനി എന്ത് ചെയ്യാം, ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഈ ഒരു മാത്തമാറ്റിക്സിന്റെ സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കാൽക്കുലസ് ആണ്. ഓക്കെ, നിങ്ങൾ മെക്ക്, സിവില്, EC, EEE ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. സോ നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളിപ്പോ മെക്കാനിക്സ് പഠിച്ചപ്പോ, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പഠിച്ചപ്പോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്റഗ്രേഷൻ വരുന്നത്, അവിടെ ഇന്റഗ്രേഷൻ വരുന്നത്, ഡിഫറൻഷിയേഷൻ വരുന്നത്, പാർഷ്യൽ ഇന്റഗ്രൻസ് വരുന്നത്, ഡൈവേർജൻസ്, കേള്, വെക്ടേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കടന്നു വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ മാത്സിൽ കറക്റ്റ് ഒരു ബേസിക് ഇല്ലാത്ത ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, നിങ്ങൾക്ക് അത് പലപ്പോഴും മനസ്സിലാകാത്ത ഒരു അവസ്ഥ വരും. ഓക്കെ, നിങ്ങൾ ഇനി അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും, ഇപ്പം മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആയിക്കോട്ടെ, സ്ട്രക്ചറൽ അനാലിസിസ്, ഡിസൈൻ, ഇതൊക്കെ ഈ പേപ്പേഴ്സ് ഒക്കെ അതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലസ് ആണ്. ഓക്കെ, സോ കാൽക്കുലസിൽ ബേസ് ഉണ്ടാക്കിയിട്ട് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോവാന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഈ ഒരു മാത്സ് പേപ്പർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും എന്താണ്, കണ്ടിന്യൂസ് ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. നിങ്ങൾ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്, മെഷീൻസ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഒക്കെ പറ്റി പഠിക്കുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്കൊക്കെ നമ്മൾ ഈ പറയുന്ന വെക്ടേഴ്സ്, ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ഇതൊക്കെ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഓരോ റിയൽ എഞ്ചിനീയറിംഗ് സിസ്റ്റംസിന്റെ മാത്തമാറ്റിക്സ് ആണ് ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കാം. ഓക്കെ, ഇതിനേക്കുള്ള ഒരു തുടക്കമായിരുന്നു നമുക്ക് ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ഈ സെമ്മിൽ നമ്മൾ റിയൽ എഞ്ചിനീയറിംഗിന്റെ മാത്സ് ആണ് ഈ സെമ്മിൽ പഠിക്കാം. ഞാനൊക്കെ PGക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻസ് ഒക്കെ ഇതിന് വരുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് കറക്റ്റ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വേണ്ട പല മാത്തമാറ്റിക്കൽ ഫോർമുലാസും പല ഇക്വേഷൻസും പല തിയറംസും നിങ്ങൾ പ്രൂവ് ചെയ്യുമ്പോൾ, പല ഡെറിവേഷൻസും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഫണ്ടമെന്റലി യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ വരുന്നത്. അവിടെ ഒന്നും ചിലപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല. സോ അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ പേപ്പറിൽ നമ്മൾ പഠിക്കുന്ന മാത്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഈ ഗ്രീൻസ് തിയറം, നമുക്ക് ഗ്രീൻസ് തിയറം, കേള്, ഡൈവേർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഇതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പല ഹയർ ലെവൽ ഇക്വേഷൻസും സോൾവ് ചെയ്യാൻ, ഇക്വേഷൻസും ഹയർ ലെവൽ തിയറംസും ഒക്കെ പഠിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ അതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ചെയ്യുന്ന സമയത്ത്, ആ ഹയർ ആയിട്ടുള്ള തിയറംസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞു തരുന്നുണ്ടാവില്ല. സോ നിങ്ങൾ ഇപ്പൊ തന്നെ ഗ്രീൻസ് തിയറും ഒക്കെ പഠിച്ചിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഓരോ മൊഡ്യൂളിലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ് വരുന്നത് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് വിത്ത് 2 വേരിയബിൾസ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വ്യൂഡ് ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് സ്ലോപ്സ് ഒക്കെ ആണ്. ഓക്കെ, സോ മെയിൻ ആയിട്ട് നമ്മുടെ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ എന്താണ് ഡെറിവേറ്റീവ്സിനെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. സോ ഈ സെക്കൻഡ് സെമ്മിൽ എത്തുന്ന സമയത്ത് നമ്മൾ മോർ ദാൻ 1 വേരിയബിൾ വരുന്ന സമയത്ത് എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, സോ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, മോർ ദാൻ 1 വേരിയബിൾ വരുമ്പോൾ എങ്ങനെയാണ് ഓരോ വേരിയബിളിലെയും ചേഞ്ച് വേറൊരു വേരിയബിളിനെ എഫക്ട് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വ്യൂഡ് ആസ് റേറ്റ് ഓഫ് ചേഞ്ച് ആൻഡ് സ്ലോപ്സ്.
Then partial derivatives of functions with more than 2 variables. രണ്ടിലധികം വേരിയബിൾസ് ഉണ്ടാവുമ്പോൾ എങ്ങനെ partial derivatives കാണാം. Then higher order partial derivatives, local linear approximations, chain rule, implicit differentiation, maxima and minima of functions of 2 variables, relative maxima and minima. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഈ മാക്സിമം മിനിമം ഒക്കെ അത്യാവശ്യമാണ്. ഓക്കെ, സോ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച്, ഓരോ ഫിനോമിനാസിന്റെയും ചേഞ്ച് അല്ലെങ്കിൽ ഓരോ ക്വാണ്ടിറ്റീസിലും ചേഞ്ച് എങ്ങനെ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റീനെ എഫക്ട് ചെയ്യും, ഓരോ ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റീസിന്റെയും ചേഞ്ച് അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാം. ഓക്കെ, ദെൻ അടുത്തത് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സാധാരണ ഇന്റഗ്രേഷൻ പഠിക്കുന്നുണ്ട് നിങ്ങൾ അല്ലെ, ഒറ്റ ഇന്റഗ്രേഷൻ, സിംഗിൾ ഇന്റഗ്രല് നിങ്ങൾക്ക് അറിയാം. സോ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ അവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ 2 വേരിയബിൾസ് വെച്ചിട്ടുള്ള ഡിഫറൻഷിയേഷൻ പഠിച്ചു. സോ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ 2 വേരിയബിൾസ് വരുമ്പോഴത്തെ ഇന്റഗ്രേഷൻ ആണ് പഠിക്കുന്നത്. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽസ് ആണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. Okay, so double integrals and reversing the order of integration in double integrals, change of coordinates in double integrals, evaluating areas using double integrals and finding volumes using double integrals, triple integrals, volume calculated as triple integral in Cartesian and cylindrical coordinates. Okay, so എന്താണ് നമുക്ക് കറക്റ്റ് നമ്മുടെ ഓരോ സിസ്റ്റംസിനെയും ഓരോ സ്ട്രക്ചേഴ്സിനെയും നമുക്ക് അതിൻ്റെയൊക്കെ ഏരിയ കാണാൻ, വോളിയം കാണാൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രൽസ് ആണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാം. ഓക്കെ, എല്ലാ സ്ട്രക്ചേഴ്സും എല്ലാ ഷേപ്സും 3Dയോ 2Dയോ ഒക്കെ ആയിക്കോട്ടെ, എല്ലാ ഷേപ്സും ഇറഗുലർ ആണ്. ഒരു ഷേപ്പ് നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണെന്നോ ഐഡിയൽ ആയിട്ടുള്ള ഒരു ക്യൂബ് ആണെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ, ഇറഗുലർ ആയിട്ടുള്ള സർഫസസിന്റെ ഏരിയ, വോളിയം ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ഇതിന്റെ ഒരു സ്മോൾ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ട് ഈ ഫുൾ റീജിയനിലേക്ക് നമ്മൾ അത് ഇന്റഗ്രേറ്റ് ചെയ്യും അല്ലെ. സോ അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് വരുന്നത് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ. സോ ഇങ്ങനത്തെ ഓരോ സ്ട്രക്ചേഴ്സിലും എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക, വോളിയം കണ്ടുപിടിക്കുക. ഇപ്പൊ ഒരു ടാങ്കിൽ എത്ര വെള്ളം കൊള്ളും അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വോളിയം അറിയണം അല്ലെ. സോ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഡബിൾ ഇന്റഗ്രൽസ് എങ്ങനെ യൂസ് ചെയ്യാം, ട്രിപ്പിൾ ഇന്റഗ്രൽസ് വെച്ചിട്ട് എങ്ങനെ കാൽക്കുലേഷൻസ് ചെയ്യാം, ഏരിയ കണ്ടുപിടിക്കാം, വോളിയം കണ്ടുപിടിക്കാം. ദെൻ അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലും എങ്ങനെയാണ് ഈ ട്രിപ്പിൾ ഇന്റഗ്രൽസും ഡബിൾ ഇന്റഗ്രൽസും ഒക്കെ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, സോ സെക്കൻഡ് മൊഡ്യൂള് അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇന്റഗ്രൽസ്, ഡബിൾ ഇന്റഗ്രൽസും ട്രിപ്പിൾ ഇന്റഗ്രൽസും ഒക്കെ വരുന്ന മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. ദെൻ തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഫംഗ്ഷൻസിനെ, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കും. ഓക്കെ, വെക്ടേഴ്സ് നിങ്ങൾ പഠിക്കുന്നതാണ്. കഴിഞ്ഞ സെമ്മിലും മെക്കാനിക്സിലും ഒക്കെ നിങ്ങൾ വെക്ടേഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ. സോ ഈ വെക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാം, എങ്ങനെ ഡിഫറൻഷിയേഷൻ ചെയ്യാം. ഓക്കെ, ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് വെക്ടേഴ്സിന്റെ ഡിഫറൻഷിയേഷൻ ആണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾ, ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, കോൺസെപ്റ്റ് ഓഫ് സ്കെലാർ ആൻഡ് വെക്ടർ ഫീൽഡ്സ് അല്ലെ. നിങ്ങൾക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും, ഫോഴ്സ് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ വെക്റ്റർ ഫീൽഡ്സ് ആണ്. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് അല്ലെ. സോ ഇങ്ങനെയുള്ള ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഒക്കെ ഉള്ള ക്വാണ്ടിറ്റീസിനെ പറ്റിയിട്ടാണ്, അതിനെ എങ്ങനെ, അതിന്റെ ബിഹേവിയർ, അതിനെ നമുക്ക് വേണ്ട രീതിയിൽ എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ വെക്ടേഴ്സിന്റെ ബിഹേവിയർ നമുക്ക് അറിയണം. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിക്കാം. ഓക്കെ, so derivatives of vector valued functions, concept of scalar and vector field, then gradient and its properties, directional derivative, divergent and curl, line integrals of vector fields, work done as line integral, conservative vector field, independence of path, potential function, result without proof. Okay, ഞാനിപ്പോൾ ഈ ഓരോ ടോപ്പിക്കും വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇതൊക്കെ എവിടേക്കോ കേട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഫിസിക്സിലോ മെക്കാനിക്സിലോ ഇലക്ട്രിക്കലിലോ ഒക്കെ ആയിട്ട് എവിടേക്കോ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലെ. സോ ആ കാര്യങ്ങളൊക്കെ അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര പ്രശ്നമായിട്ടുണ്ടാവും. ഇതൊന്നും പഠിക്കാത്തത് കൊണ്ട്, ഇവിടെ മാത്സിൽ പഠിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അന്ന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. സോ അതൊക്കെ നമുക്ക് ഇവിടെ പഠിച്ച് നമുക്ക് കറക്റ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, എന്താണ് അത് എന്താണ് അവിടെ ശരിക്കും നടക്കുന്നത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂൾ വരുമ്പോൾ
എന്താണ് ഫോർത്ത് മൊഡ്യൂളിലാണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറംസ് ആണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിലാണ് ഈ ഇലക്ട്രിക്കലായിരിക്കും നിങ്ങൾക്കും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള തിയറം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്രീൻസ് തിയറം നമ്മൾ ഈ ഒരു ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, ഗ്രീൻസ് തിയറത്തിന്റെ മാത്തമാറ്റിക്കൽ ഫോം നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രിക്കലിന്റെ ഒക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു തിയറം തന്നെയാണ് ഗ്രീൻസ് തിയറം. ഈ സർഫസ് ഇന്റഗ്രൽസ് ഒക്കെ കണ്ടുപിടിക്കാൻ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ അത്ര ഇമ്പോർട്ടന്റ് ആണ് ഗ്രീൻസ് തിയറം. ഓക്കെ, ഫോർ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻസ് വിത്തൗട്ട് പ്രൂഫ് അതാണ് നമുക്ക് വരുന്നത്. ആൻഡ് ആപ്ലിക്കേഷൻ ടു ഇവാലുവേറ്റിംഗ് ലൈൻ ഇന്റഗ്രൽസ് ഫൈൻഡിങ് ഏരിയാസ് യൂസിങ് ഗ്രീൻസ് തിയറം. ഓക്കെ, സോ ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഏരിയാസ് കണ്ടുപിടിക്കാം ഒക്കെ നമ്മൾ പഠിക്കും. സർഫസ് ഇന്റഗ്രൽസ് ഓവർ സർഫസസ് ഓഫ് ദ ഫോം z ഈക്വൽ ടു g ഓഫ് xy. സോ സർഫസിലെ ഇന്റഗ്രൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഫ്ലക്സ് ഇന്റഗ്രൽസ് ഓവർ സർഫസസ് ഓഫ് ദ ഫോം z ഈക്വൽ ടു g ഓഫ് xy. സോ ഫ്ലക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഫ്ലക്സ് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ഓവർ എ സർഫസ് ഏരിയ അല്ലെ? സോ ആ ഫ്ലക്സ് കറക്റ്റ് വരുന്നത് അതൊരു മാത്തമാറ്റിക്കൽ ടേം ആണ്. ഓക്കെ, നിങ്ങൾ ഇലക്ട്രിക്കലിന് നിങ്ങൾ കേട്ടിട്ടുള്ള ടേം ആയിരിക്കും ഫ്ലക്സ്. അത് ശരിക്കും വന്നത് നമ്മുടെ മാത്സ് എന്നാണ്. ഓക്കെ, സോ ആ ഫ്ലക്സ് എങ്ങനെയാണ്, എന്താണ് ഫ്ലക്സ്, അതിനെ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, സർഫസിലെ ഫ്ലക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഇവിടെ പഠിക്കും. ഓക്കെ, ദെൻ ഡൈവേർജൻസ് തിയറം. ഡൈവേർജൻസ് തിയറം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. യൂസിങ് ഡൈവേർജൻസ് തിയറം ടു ഫൈൻഡ് ഫ്ലക്സ്. ദെൻ സ്റ്റോക്സ് തിയറം. ഓക്കെ, സ്റ്റോക്സ് തിയറം ഒക്കെ നിങ്ങൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ഈ ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, സോ അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറംസ് ആണ് ഫോർത്ത് മൊഡ്യൂളിൽ. ഓക്കെ, ഇതില് എന്താണ് ഇതൊക്കെ ഈ തിയറംസ് ഒക്കെ ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഡൈവേർജൻസ് തിയറം ഇതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഒക്കെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ മാത്തമാറ്റീഷ്യൻസ് കണ്ടുപിടിച്ചിട്ടുള്ള തിയറംസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളിപ്പോ ഭയങ്കര കുറെ ബുദ്ധിമുട്ട് എന്തൊക്കെയോ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതിനൊക്കെ അത്രയും എന്താണ് സിമ്പിൾ ആക്കി മാറ്റിയിട്ടുള്ള തിയറംസ് ആണ് നമ്മുടെ ഈ 3 തിയറംസ്. സോ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാം. ഓക്കെ, സോ നന്നായിട്ട് ഈ പേപ്പർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പൊ ഈ ഇലക്ട്രിക്കലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇന്റഗ്രേഷൻ ഒക്കെ അറിഞ്ഞാലുള്ള ആ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ? മാത്സിൽ കുറച്ചും കൂടെ നന്നായിട്ട് ബേസ് ഉള്ള ആൾക്കാർക്ക് ഈ ഇലക്ട്രിക്കലും മെക്കാനിക്സും ഒക്കെ മെക്കാനിക്കലും സിവിലും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, കാരണം എല്ലാ സിസ്റ്റംസും വർക്ക് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന എഞ്ചിനീയറിംഗിന്റെ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, എഞ്ചിനീയറിംഗ് അതിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ ഒക്കെ ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പേപ്പറിലെ കാര്യങ്ങളിനെ നമുക്ക് പറയാം. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർ ഒക്കെ ഇല്ലേ, നമ്മുടെ മാത്ത് ലാബ്, ആൻസിസ്, അതുപോലെ ഓട്ടോ കാഡ്, ഇതിന്റെ ഒക്കെ പിറകിലുള്ള മാത്സ് ഇതൊക്കെയാണ്. ഓക്കെ, അതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഇതൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നമ്മുടെ ഇന്റഗ്രേഷനും ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഓരോ മൊഡ്യൂളിന്റെയും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂളിലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ ആണ്. അത് ഏതൊക്കെ ഇൻഡസ്ട്രീസിലാണ് വരുന്നത്? യൂസ്ഡ് ഇൻ സ്ട്രക്ചറൽ ഡിസൈൻ ഒപ്റ്റിമൈസേഷൻ, തെർമൽ അനാലിസിസ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഒപ്റ്റിമൈസേഷൻ, കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് മെറ്റീരിയൽ സ്ട്രെസ് സ്ട്രെയിൻ അനാലിസിസ്. ഓക്കെ, സോ ഓരോ മെറ്റീരിയൽസിലെയും സ്ട്രെസ് സ്ട്രെയിൻ അനാലിസിസിനും സ്ട്രക്ചറൽ ഡിസൈൻ ഒപ്റ്റിമൈസേഷനും തെർമൽ അനാലിസിസിനും ഒക്കെ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഒപ്റ്റിമൈസേഷനും ഒക്കെ അത്ര ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മാക്സിമ ആൻഡ് മിനിമ ആർ അപ്ലൈഡ് ഇൻ കോസ്റ്റ് മിനിമൈസേഷൻ, പവർ ഒപ്റ്റിമൈസേഷൻ ആൻഡ് എഫിഷ്യൻസി ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഡസ്ട്രീസ്. ഓക്കെ, സോ എന്താണ് മാക്സിമം മിനിമം ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കോസ്റ്റ് മിനിമൈസേഷൻ ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് അക്വയർ ചെയ്യുന്നത്? അനലൈസ് മൾട്ടി വേരിയബിൾ എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്. ഓക്കെ, സോ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് എല്ലാം ഒരൊറ്റ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, മൾട്ടി വേരിയബിൾ സിസ്റ്റംസ് ആണ്. സോ ഈ മൾട്ടി വേരിയബിൾ സിസ്റ്റംസിനെ അനലൈസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. ഓക്കെ, ഒപ്റ്റിമൈസ് ഡിസൈൻ പാരാമീറ്റേഴ്സ് ഫോർ എഫിഷ്യൻസി ആൻഡ് സേഫ്റ്റി. സോ ഡിസൈൻ പാരാമീറ്റേഴ്സിനെ ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ, എഫിഷ്യൻസിക്കും സേഫ്റ്റിക്കും വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ദെൻ ഇന്റർപ്രറ്റ് ഫിസിക്കൽ മീനിങ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ഫിസിക്കൽ മീനിങ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്ലൈ ചെയിൻ റൂൾ ഇൻ കപ്പിൾഡ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്. ഓക്കെ, സോ ചെയിൻ റൂള് ഈ കപ്പിൾഡ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസിലൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം.
ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ആണ്. ഒന്നിലധികം ഇന്റഗ്രൽസ് വരുമ്പോൾ അത് ഏതൊക്കെ ഇൻഡസ്ട്രിയിൽ ആണ് അപ്ലൈ ചെയ്യുന്നത്? അപ്ലൈഡ് ഇൻ വോളിയം ആൻഡ് മാസ് കാൽക്കുലേഷൻസ്. ഓക്കെ, പല സ്ട്രക്ചേഴ്സിന്റെയും പല ഷേപ്സിന്റെയും ഒക്കെ വോളിയം മാസ് കാൽക്കുലേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ, ഓരോന്നിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ, ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് ചെയ്യാൻ. ഓക്കെ, ഒരു പൈപ്പിലൂടെ എങ്ങനെയാണ് ഫ്ലൂയിഡ് ഫ്ലോ വരുന്നത്, ഒരു ഡാമിൽ എങ്ങനെയാണ് ഫ്ലൂയിഡ് ഫ്ലോ വരുന്നത്, ഇതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇപ്പൊ ഡാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് ഒക്കെ നടത്തുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്. ഓക്കെ, കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഇതുവഴി നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് ആണ് അക്വയർ ചെയ്യുന്നത്? കമ്പ്യൂട്ട് ഏരിയ, വോളിയം ആൻഡ് മാസ് ഓഫ് കോംപ്ലക്സ് ഷേപ്സ്. സോ കോംപ്ലക്സ് ആയിട്ടുള്ള ഏതൊരു ഷേപ്പ് കിട്ടിയാലും അതിന്റെ ഏരിയ, വോളിയം ആൻഡ് മാസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര വലിയ ഷേപ്പ് ആണെങ്കിലും അതിന്റെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് അതിനെ ആ മൊത്തം ഷേപ്പിന്റെ ഏരിയയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പിന്റെ മൊത്തത്തിലുള്ള ഏരിയയും വോളിയം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ എത്ര വലിയ സ്ട്രിപ്പ് ആണെങ്കിലും അതിനെയൊക്കെ നമ്മുടെ കയ്യിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ഒക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്ലൈ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻസ് ഫോർ റിയൽ പ്രോബ്ലംസ്. ഓക്കെ, കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് റിയൽ വേൾഡ് പ്രോബ്ലംസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റും. മോഡൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് യൂസിങ് ഇന്റഗ്രൽസ്. സോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഇന്റഗ്രൽസ് യൂസ് ചെയ്തിട്ട് മോഡൽ ചെയ്യാം. ദെൻ സ്ട്രെങ്തൻ സ്പേഷ്യൽ ആൻഡ് ജിയോമെട്രിക്കൽ റീസണിങ്. ഓക്കെ, അപ്പൊ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ പഠിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് എങ്ങനെ അതിനെ വിഷ്വലൈസ് ചെയ്യാം, ഓരോ ഷേപ്സിനെയും വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു ഷേപ്സ്, ആ ഇന്റഗ്രേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിൻ്റെയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പറ്റും. സോ അത് നിങ്ങളുടെ സ്പേഷ്യൽ ആൻഡ് ജിയോമെട്രിക്കൽ റീസണിങ്ങിനെ നമുക്ക് അത് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഇനി തേർഡ് മൊഡ്യൂളിൽ വരുന്നത് വെക്റ്റർ കാൽക്കുലസ് ആൻഡ് ലൈൻ ഇന്റഗ്രൽസ് ആണ്. ഓക്കെ, സോ ഈ വെക്റ്റർ കാൽക്കുലസ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന ഓരോ ഫോഴ്സ് ഫീൽഡും, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, ഫ്ലൂയിഡ് ഫ്ലോ, ഇതൊക്കെ എന്താണ്? വെക്റ്റർ ഫീൽഡ്സ് ആണ്. ഓക്കെ, സോ അതിന്റെയൊക്കെ യൂസേജ് എങ്ങനെയാണ് അതിനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് അറിയുന്നത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അനാലിസിസ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, റോബോട്ടിക് പാത്ത് പ്ലാനിംഗ്, വർക്ക് എനർജി കമ്പ്യൂട്ടേഷൻ ആൻഡ് ഫ്ലോ അനാലിസിസ് ഇൻ പൈപ്പ്ലൈൻസ് ആൻഡ് ടർബൈൻസ്. ഓക്കെ, സോ എന്തിലൊക്കെയാണ്? ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് അനാലിസിസിൽ, ഫ്ലൂയിഡ് ഡൈനാമിക്സ്, റോബോട്ടിക് പാത്ത് പ്ലാനിംഗ്, വർക്ക് എനർജി കമ്പ്യൂട്ടേഷൻസ്, ഇതിലൊക്കെ അത്രയും നമ്മൾ വെക്റ്റർ കാൽക്കുലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺസർവേറ്റീവ് ഫീൽഡ്സ് ആർ എസെൻഷ്യൽ ഇൻ എനർജി എഫിഷ്യന്റ് സിസ്റ്റം ഡിസൈൻ. സോ കൺസർവേറ്റീവ് ഫീൽഡ് എനർജി എഫിഷ്യന്റ് സിസ്റ്റംസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് അക്വയർ ചെയ്യാൻ പറ്റുന്നത്? ഇന്റർപ്രറ്റ് വെക്റ്റർ ഫീൽഡ്സ് ഇൻ ഫിസിക്കൽ സിസ്റ്റംസ്. സോ ഫിസിക്കൽ സിസ്റ്റംസിലെ വെക്റ്റർ ഫീൽഡ്സിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ കമ്പ്യൂട്ട് വർക്ക് ഡൺ ബൈ ഫോഴ്സസ് ഇൻ എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്. സോ എഞ്ചിനീയറിംഗ് സിസ്റ്റംസിൽ ഫോഴ്സസ് ചെയ്യുന്ന വർക്ക് ഡൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ അനലൈസ് ഫ്ലോ ആൻഡ് സർക്കുലേഷൻ ഇൻ ഫീൽഡ്സ്. സോ ഫീൽഡിൽ, ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിലൊക്കെ ഫ്ലോയും സർക്കുലേഷനും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അണ്ടർസ്റ്റാൻഡ് ഗ്രേഡിയന്റ്, ഡൈവേർജൻസ് ആൻഡ് കേൾ ഫിസിക്കലി. സോ ഗ്രേഡിയന്റ് എന്താണ്, ഡൈവേർജൻസ് എന്താണ്, കേൾ എന്താണെന്നൊക്കെ ഫിസിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ശരിക്കും മാത്തമാറ്റിക്കൽ ടേംസ് ആണ്. നിങ്ങൾ ഇത് പലപ്പോഴായിട്ട് നിങ്ങളുടെ മെക്കാനിക്സ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിക്കുമ്പോഴോ ഒക്കെ കേട്ടിട്ടുണ്ടാവും. സോ അതിനെയൊക്കെ എന്താണ് ഫിസിക്കലി മീൻ ചെയ്യുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഫോർത്ത് മൊഡ്യൂൾ വരുന്നത് ഇന്റഗ്രൽ തിയറംസ് ആണ്. ഗ്രീൻസ് തിയറം, ഡൈവേർജൻസ് തിയറം ആൻഡ് സ്റ്റോക്സ് തിയറം. സോ ഇതൊക്കെ ഏത് ഇൻഡസ്ട്രീസിൽ വരും? വൈഡ്ലി യൂസ്ഡ് ഇൻ ഇലക്ട്രോമാഗ്നറ്റിക്സ്. സോ ഇതൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത്രയും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. സോ ആ ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിലെ അതിന്റെയൊക്കെ ബേസ് വരുന്നത് ഈ തിയറംസ് ആണ്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക്സ്, ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും അവിടെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഈ ഗ്രീൻസ് തിയറത്തിൽ നിന്നും ഈ 3 തിയറംസിൽ നിന്നും ഒക്കെയാണ് വരുന്നത്. ഓക്കെ, എയറോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ദെൻ സ്ട്രക്ചറൽ അനാലിസിസ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ് ഒക്കെ അത്രയും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാ. സോ അതിലൊക്കെ നിങ്ങൾക്ക് ഈ തിയറംസ് അറിയുന്നത് അത്രയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദീസ് തിയറംസ് സിംപ്ലിഫൈ കോംപ്ലക്സ് ഫിസിക്കൽ കാൽക്കുലേഷൻസ് ഇൻ ഇൻഡസ്ട്രി ഗ്രേഡ് സിമുലേഷൻസ്. സോ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാൽക്കുലേഷൻസിനെയും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തിയറംസ് കണ്ടുപിടിച്ചിട്ടുള്ളത്.
ഓക്കെ. സോ പല കോംപ്ലക്സ് ഇന്റഗ്രൽസും ഈ തിയറംസ് വെച്ചിട്ട് പല സിസ്റ്റംസിലെയും ഇലക്ട്രിക് ഫീൽഡ് ട്രാൻസ്ഫർ ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തിയറംസ് യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ ഇത് എന്തിനാണ്, എന്തൊക്കെ സ്കിൽസ് അക്വയർ ചെയ്യാം? കൺവേർട്ട് കോംപ്ലക്സ് ഇന്റഗ്രൽസ് ഇൻ ടു സിംപ്ലർ ഫോംസ്. കോംപ്ലക്സ് ഇന്റഗ്രൽസിനെ സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തിയറംസ് യൂസ് ചെയ്യാം. അനലൈസ് ഫ്ലക്സ് ആൻഡ് സർക്കുലേഷൻ ഇൻ ഫിസിക്കൽ സിസ്റ്റംസ്. ഫിസിക്കൽ സിസ്റ്റംസിലെ ഫ്ലക്സും സർക്കുലേഷൻസും ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ദെൻ അപ്ലൈ മാത്തമാറ്റിക്കൽ റോൾസ് ടു റിയൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്സ്. സോ മാത്തമാറ്റിക്സിലെ ലോസ് റിയൽ എഞ്ചിനീയറിംഗ് ഫീൽഡ്സിൽ എവിടെയാണ് വർക്ക് ആവുന്നത് എന്ന് നമുക്ക് കറക്റ്റ് ഇത് പഠിക്കുന്ന വഴി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവുന്ന ചിന്തയാണ്, ഞാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ ഇന്റഗ്രേഷനും ഡിഫറൻഷിയേഷനും ഒക്കെ എന്തിനാ പഠിക്കുന്നതെന്ന്. സോ അതൊക്കെ എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ പഠിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഇനി ഭാവിയിൽ നിങ്ങൾ ഓരോ പേപ്പറും പഠിക്കുമ്പോൾ. ഓക്കെ. ദെൻ ബിൽഡ് ഫൗണ്ടേഷൻസ് ഫോർ അഡ്വാൻസ്ഡ് സിമുലേഷൻ ടൂൾസ്. സോ പല സിമുലേഷൻ ടൂൾസിന്റെയും ഫൗണ്ടേഷൻ ഒക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ. സോ അത്രയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് മെക്ക് പഠിക്കുമ്പോൾ, സിവിൽ പഠിക്കുമ്പോൾ, ഈസി പഠിക്കുമ്പോൾ, ട്രിപ്പിൾ പഠിക്കുമ്പോൾ ഒക്കെ. ഇനി അങ്ങോട്ട് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പേപ്പർ നിങ്ങൾ ഹയർ സെമസ്റ്റേഴ്സിലേക്ക് പോകുമ്പോൾ പഠിക്കും. സോ ആ പേപ്പേഴ്സിനെ ഒക്കെ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ കയ്യിൽ ഒതുക്കണം എന്നുണ്ടെങ്കിൽ ഈ കാൽക്കുലസ് നന്നായിട്ട് നിങ്ങൾക്ക് അറിയണം. ഓക്കെ. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ. നന്നായിട്ട് നമ്മുടെ കൂടെ ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നത് മാത്രമല്ല, ഓക്കെ, നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, കറക്റ്റ് നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മാത്തമാറ്റിക്കൽ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാൽക്കുലസിലെ ബേസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ അത് ഉണ്ടാക്കിയെടുക്കാനാണ് നിങ്ങൾക്ക് ഈ S2 ഈ ടോപ്പിക്സ് ഒക്കെ, ഈ S2 തന്നെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഓക്കെ. സോ ഇവിടുന്ന് തന്നെ നിങ്ങൾ ഇതൊക്കെ കറക്റ്റ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ. സോ നിങ്ങൾ ഈ ഇന്റഗ്രേഷൻ ഇവിടെ മാത്രമല്ല, ഇനിയിപ്പോ നിങ്ങൾ എഞ്ചിനീയറിംഗിന്റെ ഫീൽഡിലല്ല, ഇനി അങ്ങോട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ പോലും ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്കതിനെ വലിയ കാര്യങ്ങളിലേക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത്. കുഞ്ഞു കാര്യങ്ങളെ യൂസ് ചെയ്ത് വലിയതിലേക്ക് എങ്ങനെ സ്കെയിൽ ചെയ്യാം, ഒരു ലോവർ ബൗണ്ടിൽ നിന്ന് ഒരു അപ്പർ ബൗണ്ടിലേക്ക് എങ്ങനെ സ്കെയിൽ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ഈ കാൽക്കുലസ് നമുക്ക് പറയുന്നത്. ഓക്കെ. സോ മാത്തമാറ്റിക്സ് ആൻഡ് കാൽക്കുലസ് അതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പേപ്പറിൽ പഠിക്കുന്നത്. സോ നന്നായിട്ട് പഠിക്കുക, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക, നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് പഠിച്ച് പോവാം. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്.